ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അപ്പോൾ ഇന്ന് നമ്മളെ 30-ാം ഡിവിഷനിലെ തൊഴിലുറപ്പിൻ്റെ ചേച്ചിമാരും കുടുംബശ്രീ പ്രവർത്തകരൊക്കെ ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ചെന്ന് നോക്കിയാലോ. തൊഴിലുറപ്പിൻ്റെ എല്ലാ ചേച്ചിമാരും അമ്മമാരും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഫസ്റ്റ് സ്കൂളിൻ്റെ പരിസരത്തേക്കാണേ പോവുക. അവിടെ നിന്നാണ് ഇവർ എങ്ങോട്ടാണ് വർക്ക് എങ്ങനെയെന്നൊക്കെ മാറ്റ് പറയുന്നതിനനുസരിച്ച് പോവുക. അങ്ങനെ ഇവരെ കൂടെ ഞാനും പോവുകയാണേ. ജാനു എടുത്തിട്ടുണ്ട്, നാരായണി എടുത്തിട്ടുണ്ട്, പുഷ്പേച്ചിയുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി സ്കൂളിലെത്തി. അപ്പോൾ ഇന്ന് എല്ലാവരും വരുന്ന സമയത്ത് ഓരോ വൃക്ഷത്തയ്യോ അല്ലെങ്കിൽ ഓരോ ചെടിത്തയ്യോ ഒക്കെ കൊണ്ടുവന്നിരും. മാവ്, പേരക്ക, പ്ലാവ്, സപ്പോട്ട, കർമൂസ, അങ്ങനെ പലരും പലതരത്തിലുള്ള ചെടിയും വൃക്ഷത്തൈകളൊക്കെയാണ് കൊണ്ടുവന്നത്. സ്കൂളിൽ നമ്മളെ കൗൺസിലർ ഷൈമേച്ചി ഉണ്ട്, പിന്നെ ADS അംഗങ്ങൾ നിഷേച്ചി, വിനീതേച്ചി, സൂറേച്ചി ഇവരൊക്കെ ഉണ്ട് കേട്ടോ. പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ തൊഴിലുറപ്പിൻ്റെ വർക്ക് നടക്കുന്നത് നമ്മളെ സ്കൂളിൽ തന്നെയാണ്. എല്ലാവരും കൊണ്ടുവന്ന് ഈ ഒരു വൃക്ഷത്തൈകളൊക്കെ സ്കൂളിലാണ് നമ്മൾ നടാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് എൻ്റെ ഉദ്യാനം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ ഉദ്ഘാടന കർമ്മ കേട്ടോ ഇവിടെ നടക്കുന്നത്. നമ്മളെ കൗൺസിലർ ഷൈമേച്ചിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ തൊഴിലുറപ്പിൻ്റെ എല്ലാ ഏച്ചിമാരും അതേപോലെ സ്കൂളിലെ ടീച്ചേഴ്സും മാഷുമാരും എല്ലാവരും ഉണ്ട്. എൻ്റെ ഉദ്യാനം പരിപാടീൻ്റെ ഉദ്ഘാടന ശേഷമാണ് നമ്മൾ സ്കൂളിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് പോകുന്നത്. എന്നിട്ടാണ് അവിടെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടി എല്ലാ ഏച്ചിമാരും കൂടി ഈ ഒരു പരിപാടിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നതാണ്. ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ട് എൻ്റെ ഉദ്യാനം പദ്ധതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ADS നിശ്ചയിച്ചാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മളെ ഷൈമേച്ചി ചട്ടിയിൽ പിന്നെ വളവും മണ്ണൊക്കെ നിറച്ചതിന് ശേഷം ഈ ഒരു ചെടി നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ് ചെയ്തത്. ചെമ്പരത്തി നട്ടുകൊണ്ടാട്ടോ ഉദ്ഘാടനം ചെയ്തത്. ഇവർ റോസോ അല്ലെങ്കിൽ മുല്ലയോ അങ്ങനെ മണമുള്ള പൂക്കളുള്ള ചെടികളൊന്നും എടുക്കാണ്ട് എന്തുകൊണ്ടാ ചെമ്പരത്തി എടുത്തതെന്ന് മാത്രം എനിക്ക് മനസ്സിലാക്കില്ല. അപ്പോൾ എല്ലാവരും കൈയടിച്ച ഈ ഒരു പരിപാടിയൊക്കെ അവിടെ വിജയിപ്പിച്ചിട്ടോ. അതിനുശേഷം എല്ലാവരും കൂടെ സ്കൂളിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് പോയതാണ്. അവിടെയാണ് സ്കൂളിലെ അടുക്കളത്തോട്ടം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം സെറ്റാക്കാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ടേക്ക് പോയി. അവിടെയുള്ള പുല്ലും കാടും അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അവിടെ തന്നെ കിടന്ന കല്ലൊക്കെ വെച്ച് നല്ല രീതിയിൽ അവിടെ ഒരു അടുക്കളത്തോട്ടം പോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ എല്ലാവരും കൂടെ. അതിൻ്റെ ഇടക്ക് മാവും ചേനയും അങ്ങനെ ഓരോ വൃക്ഷത്തൈകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടുന്നുണ്ട്. നമ്മളെ ജാനു എടുത്തി പോയി ഒരു ചേന തൈയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് നടുന്നുണ്ട്. പിന്നെ മാവൊക്കെ ഈ ഒരു സൈഡിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതുണ്ടാകുന്ന നേരം എന്നെ ഓർമ്മിക്കണേന്നൊക്കെ മൂപ്പര് എന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. നല്ലൊരു നാളേക്ക് വേണ്ടി ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ നട്ടുകൊണ്ട് എൻ്റെ ഈ ഒരു പരിസ്ഥിതി ദിനം